പാട്ട് പാടി, അത്രേ ഉള്ളൂ, രണ്ടുപേരേ ഉള്ളൂ. ഞാൻ പാട്ടുകാരനൊന്നല്ല, തൽക്കാലം നിങ്ങളൊന്ന് ഷിപ്പാക്കാൻ വേണ്ടി രണ്ടുപേരെ പാടിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോ പാടിയാല് ചിലപ്പം പ്രശ്നാവത്. അത്രേ ഉള്ളൂ, അത്രേ അറിയുള്ളൂ. ഇതെന്താ ചെയ്യാ, ഈ രണ്ടുപേരെ അറിയുള്ളൂ. കുറെ പാട്ടുകളുടെ ഈ രണ്ടുപേരെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ആൾക്കാരെ ഷിപ്പാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ്. വേറെ പാട്ട് വേണോ? ഞാൻ പാടാം. അതിന്റെ മുമ്പ് ഒരു കഥ കേട്ടോളി, പഠിക്കോളാം. അതിന്റെ മുമ്പ് ഒരു കഥ കേൾക്കാം. പണ്ട് മുകിലന്മാര്, അല്ല, ഈ പ്രസംഗം കഴിഞ്ഞാൽ എത്ര ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞേ? ശരി, നിങ്ങളെല്ലാരും ഇവിടെ റേഞ്ചിലുണ്ട് എന്ന് മനസ്സിലായി. ഇവിടെ അല്ല, അതിന്റെ അടുത്ത് തന്നെ വലിയൊരു ടവർ ഉണ്ട്, അതിന് മേലെ എല്ലാ സാധനത്തിനും റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് എല്ലാരും റേഞ്ചിൽ ഇരിക്കട്ടാ, ഇൻഷാ അല്ലാഹ്. പണ്ട് മുകിലന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അക്ബർ ചക്രവർത്തി എന്നൊരാളുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടോ? അതെന്തോ ഒരു കുലുമാലുണ്ടാക്കിയല്ലോ. എന്തായിരുന്നു അതിന്റെ പേര്? ദീനി ഇലാഹി എന്നു പേരായ ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഉപദേശകൻ ഉണ്ടായിരുന്നു. ബീർബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഉപദേശകനായ ബീർബലും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയി. വേട്ടയാടി അവർ കുറെ ദൂരം സഞ്ചരിച്ച സമയത്ത് രാജാവിന്റെ കയ്യിന്റെ ചൂണ്ടാൻ വിരലിന് ഒരു മുറി പറ്റി. എന്തോ ആയുധം തട്ടിയിട്ട് മുറിയായി. നല്ല വേദന ഉണ്ടായിരുന്നു. ബീർബല് കുറച്ച് പച്ചമരുന്നൊക്കെ എടുത്ത് അവിടെ വെച്ച് ഉഷാറായിട്ട് അതിനെ കെട്ടിക്കൊടുത്ത്, രാജാവ് വേദന കൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ബീർബല് പറഞ്ഞു, മഹാരാജാവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് എന്ത് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരികയാണെങ്കിലും അത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു. നല്ല ചൂടുണ്ടപ്പോ എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയിട്ടേക്കാരം. മനുഷ്യന് ഏത് ബുദ്ധിമുട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ രാജാവിന് കയ്യമ്മ മുറിയായത് കാരണം, വേദന ഉള്ളത് കാരണം അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. രാജാവിന് ദേഷ്യം വന്നപ്പോ തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു, വെള്ളമില്ലാത്തൊരു കിണറ്. ആ കിണറിലേക്ക് ബീർബലിനെ തള്ളിയിട്ടു. എന്നാല് എല്ലാ ഉപദ്രവങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഗുണത്തിനാണെങ്കിൽ അവിടെ കിടക്കുകയായിരുന്നു. ഗുണത്തിനേക്കാരല്ലോ ഇവിടെ കിടന്നു പറഞ്ഞു. തള്ളിയിട്ടാണ്ട് രാജാവ് അങ്ങനെ പോയി. കുറെ ദൂരം സഞ്ചരിച്ച് ഒരു മലയുടെ താഴ്വാരത്തെത്തിയപ്പോ കാട്ടിൽ താമസിക്കുന്ന കുറെ ആളുകൾ രാജാവിനെ കണ്ടുമുട്ടി. രാജാവിനെ കണ്ടപ്പോ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ, SBVന്റെ ആൾക്കാരാകുമ്പോ തന്നെ ഉഷാറാണ്. പിന്നെ രാജാവും കൂടിയാണെങ്കിൽ പറയും വേണ്ടല്ലോ, കോട്ട കൂടി ഇട്ട് നോക്കുമ്പോ സംഗതി നല്ല ഉഷാറുണ്ട്. ഏതായാലും രാജാവിനെ കണ്ടു നോക്കുമ്പോ അവർക്ക് നല്ല ഉഷാറുള്ള ഒരാളായിട്ട് തോന്നിയപ്പോ അവർ പിടിച്ചു. അവർക്ക് അന്ന് വനദേവതക്ക് ഒരു മനുഷ്യനെ അറുത്തുകൊണ്ട് രക്തം കൊടുക്കേണ്ട ദിവസമായിരുന്നു. ഇന്നിപ്പോ ആരെ അറക്കാന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് രാജാവ് അവരുടെ മുമ്പിലേക്ക് വന്നത്. രാജാവിനെ പിടിച്ച് അവർ കൊണ്ടുപോയി നന്നായി ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പൊ ആ സമയത്ത് നോക്കുമ്പോ രാജാവിന്റെ കൈയിന്റെ ചൂണ്ടുവരലുമ്പോ ഹലാക്കിന്റെ ഒരു കെട്ടുണ്ട്. ഇതെന്താ ഈ കെട്ട് എന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു അത് ഒരു മുറി പറ്റിയതാണ് പറഞ്ഞു. അപ്പൊ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞു അത്രയും, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സംഗതി ചീപ്പായല്ലോ, നിങ്ങൾ അറക്കാൻ പറ്റൂല. കാരണം ഒരു കേടുമില്ലാത്ത, ഒരു അയബും ഇല്ലാത്ത, ഒരു കുറവും ഇല്ലാത്ത ആളെ അറക്കാൻ പറ്റുള്ളൂ. കയ്യിന്റെ വിരല് കേടുന്ന ആളെ എങ്ങനെ അറക്കുക, നിങ്ങൾ പൊയ്ക്കോളിയാണ്. വിട്ടപ്പോ രാജാവ് അങ്ങനെ ആലോചിച്ചു, ആ മന്ത്രി ബീർബൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. മുഅ്മിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയായിരിക്കും എന്നല്ലേ അയാൾ പറഞ്ഞത്. എന്റെ കയ്യുമ്മ മുറിയുള്ളതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി മന്ത്രിയെ രക്ഷപ്പെടുത്തലാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ മൂപ്പര് പോയ വഴിയിലൂടെ അങ്ങനെ നടന്ന് കിണറിന്റെ അടുത്ത് വന്ന് വള്ളികൾ കൊണ്ടൊരു കയറുണ്ടാക്കി മന്ത്രിക്ക് ഇട്ടുകൊടുത്ത്, മന്ത്രി ആ കയറുമ പിടിച്ച് കയറിയേക്ക് രാജാവ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മന്ത്രി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളോട് ചെയ്തത് വലിയൊരു അക്രമമായി പോയി.
മുഅ്മിനായ മനുഷ്യന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഒരു ഗുണത്തിനായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്കത് അപ്പം മനസ്സിലാക്കാൻ കുറഞ്ഞ പ്രയാസം ഉണ്ടായിരുന്നു. എന്നെ കാട്ടുജാതിക്കാർ, കാട്ടിൽ താമസിക്കുന്ന കുറെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി. അവരെന്നെ അറുക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്റെ കയ്യുമ കെട്ടുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. കഴിച്ചിലായി മന്ത്രി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട. ഞാനെങ്ങാനും നിങ്ങളൊപ്പം പോന്നിരുന്നെങ്കിൽ, ഞാൻ ഈ കിണറ്റിക്ക് ചാടിയില്ലാന്ന് വെക്കുക, ഞാൻ നിങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരെയും അവർ പിടിച്ചുകൊണ്ടുപോകും. നിങ്ങളെ കയ്യുമ്മ കെട്ട് കണ്ടിട്ട് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും, ഇന്ന പോലെ പിടിച്ചുങ്ങാണ്ട് അറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കിണറ്റിൽ ചാടിയത് ഹൈറിനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. മുഅ്മിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അത് ഹൈറിന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയണ്ടായി. ഈ കഥ പറഞ്ഞത് ഇപ്പൊ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്വർഗത്തേക്ക് എല്ലാവർക്കും പോണ്ടേ? സ്വർഗത്തേക്ക് കൊണ്ടിറക്കുന്ന കൈ ഒന്നിച്ച് കാണിക്കോ? അയ്യോ എന്താ കഴിഞ്ഞ് ഒന്ന് വീഡിയോ എടുത്തോട്ടെ, കുറച്ച് താത്തിയാ മതി. എല്ലാവർക്കും സ്വർഗത്ത് പോകണം. അല്ലാതെ നമ്മളെല്ലാരും സ്വർഗത്തിലാക്കി തരട്ടെ. താത്തിക്കോളി, കൈ താത്തിക്കോളി എല്ലാവരും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തിൽ എന്താ ഉണ്ടാകുക? പറഞ്ഞോളി. എല്ലാം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു സാധനത്തിന്റെ പേര് അള്ളാനെ കാണാം, പൂർലിംഗം ഉണ്ടാവും, ഉമ്മി വാപ്പി ഉണ്ടാവും, ഹൗദുൽ കൗസർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പഴങ്ങൾ ഉണ്ടാവും, മുന്തിരി ഉണ്ടാവും, ഉറുമാമ്പഴം ഉണ്ടാവും. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. സ്വർഗത്തിൽ ഇപ്പൊ എല്ലാതും ഉണ്ടാവുമല്ലോ. നല്ലോണം ആലോചിച്ചിട്ട് സ്വർഗത്തില് ഇങ്ങൾക്ക് വേണ്ടേ, നല്ല ആലോചിച്ചിട്ടോ, പെട്ടെന്ന് ഉത്തരം പറയണ്ട, നല്ല ആലോചിച്ചിട്ട് സ്വർഗത്തില് ഇങ്ങൾക്ക് വേണ്ടേ ഒരു സാധനത്തിന്റെ പേര് മാത്രം പറയാം. എല്ലാം കൂടി പറയരുത്. ഒന്ന്, ഏറ്റവും ആവശ്യമുള്ള ഒന്ന്. ഒരാൾ ഒരു പ്രാവശ്യം പറയാം. അള്ളാനെ കാണാ, ഹൗദുൽ കൗസർ, നബിനെ കാണാ. ആയിക്കോട്ടെ, കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അള്ളാനെ കാണാന്നാണ്. സ്വർഗത്തിൽ നമ്മളെല്ലാരും ചെന്നാൽ അള്ളാനെ കാണുമല്ലോ. സ്വർഗത്തിലെ അവസാനത്തെ നിയമത്താണ് അള്ളാനെ കാണാം. വാപ്പ 20 കൊല്ലായിട്ട് ഗൾഫ് പോയിട്ടുണ്ട്. വാപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാൽ എയർപോർട്ടിൽ പോകൂലേ വാപ്പാനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ എയർപോർട്ടിൽ വിമാനം ഇങ്ങനെ വന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, വാപ്പാനങ്ങോട്ട് കാണുമ്പോഴേ ഞാൻ ആദ്യം എന്താ ചെയ്യാ, ആദ്യം എന്താ പറയാ, ഇങ്ങനെ ആലോചിക്കുമല്ലോ. നമ്മളെല്ലാരും ചെന്നിട്ട് സ്വർഗത്തിലെത്തിയാലേ അള്ളാഹു തആലാനെ ആദ്യം കാണുമ്പോ നിങ്ങൾ എന്താ പറയാ? അസ്സലാമു അലൈക്കും എന്താ പറയാ? സ്വന്തം തന്നെയല്ലേന്നോ? എന്നാ ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാന്ന് ഇപ്പൊ പഠിച്ചോളൂ. ഒരൊറ്റ പറയുള്ളൂ കേട്ടോ, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. ഇപ്പൊ പഠിച്ചോളി. റെഡിയല്ലേ? 2 കാതും കൂർപ്പിച്ചിരുന്നോളി. ഒരു പ്രാവശ്യം പറയുള്ളൂ. ഞാൻ പറയുമ്പോത്തിന് പഠിക്കണം. പറയട്ടെ? 1 2 പറയട്ടെ. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. പഠിഞ്ഞോ? പഠിഞ്ഞു. എല്ലാരും നല്ല കുട്ടികളല്ലേ? നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ? അള്ളാഹു നമ്മളെല്ലാരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. സ്വർഗത്തേക്ക് പോണ ആൾക്കാർക്ക് ചില അടയാളങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുകയാണ്. സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ 120 അടയാളങ്ങളുണ്ട്. സഹാബ, സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ 120 അടയാളമുണ്ട്. മദീന പള്ളിയുടെ പുറത്ത് നിൽക്കുകയായിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
വാതിലിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തലട്ടിട്ട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ആ 120 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം എന്നിലുണ്ട് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ആ 120 അടയാളങ്ങളും നിങ്ങളിലുണ്ട് സിദ്ദീഖ്. സ്വർഗാവകാശികൾക്ക് കുറെ അടയാളങ്ങളുണ്ട്, നരകാവകാശികൾക്ക് കുറെ അടയാളങ്ങളുണ്ട്. നിസ്കരിക്കുന്നവർക്ക് കുറെ അടയാളമുണ്ട്, നോമ്പ് വെക്കുന്നവർക്ക് കുറെ അടയാളമുണ്ട്, ഒളു ചെയ്യുന്നവർക്ക് കുറെ അടയാളമുണ്ട്, പള്ളിക്ക് വാങ്ങ് കൊടുക്കുന്നവർക്ക് അടയാളമുണ്ട്, കള്ളുടിയന്മാർക്ക് അടയാളമുണ്ട്, ദുനിയാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് ഒരു അടയാളം ഉണ്ട്, ഞാൻ പറയാം. എല്ലാരും അവനാന്റെ അടുത്ത് മാത്രം അടയാളം ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ, വേറെ ആരും നോക്കണ്ട. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് ഒരു അടയാളം ഉണ്ട്, കാലുമത്തെ നിറം മുറിച്ചിട്ടുണ്ടാവില്ല. ഷൂസിന്റെ ഉള്ളിലായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അവനാന് മാത്രമേ അറിയുള്ളൂ. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാര് കാലുമത്തെ നിറം മുറിച്ചിട്ടുണ്ടാവില്ല. നിസ്കരിക്കാൻ വേണ്ടി റുക്കൂക്ക് പോകുമ്പോ കാണും അടുത്തുള്ള ആള്, അതുവരെ കാണൂല, ഷൂസിന്റെ ഉള്ളിലായതുകൊണ്ട് കാണൂല. കയ്യമ്മത്തെ കൂടി മുറിച്ചിട്ടില്ലെങ്കിൽ ഓനെ പിന്നെ ഒന്നും പറ്റില്ല. എല്ലാരും അവനെ കയ്യമ്മക്കം നോക്കാണി നിങ്ങള്. കയ്യമ്മയും കാലമ്മയും നഗറുള്ളവരും ഉമ്മാനോട് ദേഷ്യം ഉണ്ടാവുന്ന. കള്ളുടിയന്മാരെ തിരിച്ചറിയാനൊരു അടയാളമുണ്ട്. കള്ളുടിയന്മാരെ തിരിച്ചറിയാനുള്ള അടയാളം കുളിക്കാൻ ഇഷ്ടമുണ്ടാവൂല എന്നാണ് കള്ളുടിയന്മാരുടെ പ്രത്യേകത. ഓല് ചിലപ്പോ ഒരു 4 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുള്ളൂ. എല്ലാരും ഒന്ന് കുളിച്ചോരല്ലേ? എല്ലാരും കുളിച്ചില്ലേ? കുളിക്ക് 2 ഫർദല്ലേ ചെങ്ങന്മാരെ? കുളിക്ക് 2 ഫർദല്ലേ? ഒന്ന് നിയ്യത്ത്. ഇന്ന് കുളിച്ചപ്പോ നിയ്യത്ത് ചിലപ്പോ ഒന്ന് കൈയൊന്നിച്ചാണ്. സത്യം പറഞ്ഞോ, താത്തിക്കോളി എല്ലാരും താത്തിക്കോളി. കുളിക്ക് 2 ഫർദുകളാണ്. ഒന്ന് നിയ്യത്താണ്, 2 ശരീരം മുഴുവൻ വെള്ളത്തിൽ എത്തിക്കലാണ്. ശരീരം മുഴുവൻ നമ്മളെല്ലാരും വെള്ളം എത്തിച്ചിട്ടുണ്ട്, നമ്മളാരും ഒന്ന് കുളിച്ചപ്പോ നിയ്യത്ത് വെച്ചിട്ടില്ല. അപ്പൊ പണ്ട് ഉമ്മ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇമ്മ കുളിപ്പിച്ച് തന്നത് കഴിഞ്ഞതിന്റെ ശേഷം ഇന്ന് വരെയും കുളിച്ചിട്ടില്ല. കാരണം കുളിയാവണമെങ്കിൽ നിയ്യത്തുണ്ട്. ചങ്ങന്മാർ ആരെങ്കിലും കുടിയറച്ചതിന് ശേഷം കുളിച്ചപ്പോ നിയ്യത്ത് വെച്ചിക്കണോ? ഇല്ല. നിങ്ങൾ പിന്നെ വെറുതെ സ്വീപ്പാക്കണ്ട. ഇല്ല, പണ്ട് ഉമ്മ കുളിപ്പിച്ച് തന്നതിന് ശേഷം എന്താ നിയ്യത്ത് വെക്കുക? എല്ലാരും വെക്കണം. ഫർദിനെ നിയ്യത്ത് വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. കുളി എന്ന ഫർദിനെ വീട്ടുന്നു നിയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ കുളി എന്ന സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു നിയ്യത്ത് വെക്കാം. നിയ്യത്ത് വേണമെന്ന് മാത്രം. ഉദൂവിനെ പോലെ തന്നെ കുളിക്കും നിയ്യത്ത് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും നിയ്യത്ത് കൊണ്ടാണ് ശരിയാകുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉസ്താദിനെ പേടിച്ചിട്ടാ അതോ അള്ളാന്റെ അടുത്ത് കൂലിട്ടാനാ? കൂലി കിട്ടാനാണെങ്കിൽ കിട്ടും. ഓരോ കാര്യം നിയ്യത്ത് പോലെയാണ്. മീൻ തിന്നു കഴിഞ്ഞതിന് ശേഷം, മീൻ തിന്നല്ലോ പെരേന്ന് ചോറ് വയ്ക്കുമ്പോ, മീൻ തിന്നതിന് ശേഷം അതിന്റെ മുള്ളൊക്കെ എടുക്കുക. മുള്ളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാനിത് പൂച്ചയുടെയും കോഴിയുടെയും ഭക്ഷണമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുത്താല് പൂച്ചക്കും കോഴിക്കും ഭക്ഷണം കൊടുത്ത കൂലിട്ടും. നിയ്യത്തോണ്ട് എല്ലാ കാര്യവും ക്ലിയർ ആക്കാം. നിയ്യത്ത് തെറ്റിയാൽ എല്ലാ കാര്യവും പ്രശ്നമാവുകയും ചെയ്യും. വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, സ്വർഗാവകാശിയുടെ അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പറയട്ടെ, ലോകത്ത് മനുഷ്യന്മാര് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതല് മനുഷ്യന്മാര് മുടി വെട്ടാറുണ്ട്. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതല് മനുഷ്യന്മാര് മുടി വെട്ടാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം ഏകദേശം 1500 കൊല്ലായി മുഅ്മിനീങ്ങൾ 3 തരത്തിലാണ് മുടിവെട്ടല്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയതുപോലെ വളർത്തുക. അതായത് മുഴുവനായും വളർത്തി 2 ഭാഗത്തേക്കായി വാർന്നിട്ട് പെരടിയിൽ മുറിച്ച് കളഞ്ഞ് കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിന്റെ മേലെ തലപ്പാവും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള രീതി. എന്നാൽ ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊപ്പി മാത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയത് അതെങ്കിലും വേണം. നബി തങ്ങൾ അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പി.